ഹലോ ഗായ്സ്, നമ്മളിപ്പം കണ്ട് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പോൾ നമ്മുടെ ദിവാകരൻ ചേട്ടൻ നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ നമ്മുടെ ഡ്രീം വേൾഡ് കണ്ട് അവിടെ കയറാമെന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പം രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകുന്നേരം 5 മണി വരെ കാണുമെന്നാണ് അവർ പറഞ്ഞത്. 5 മണി വരെ ഉണ്ടെങ്കിലും അഡൾട്ടിന് 900 രൂപയും ചൈൽഡിന് 800 രൂപയെന്നാണ് പറഞ്ഞത്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ആതിരപ്പള്ളി കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവിടുന്ന് പിന്നെ ഇറങ്ങി അങ്ങനെ നമ്മൾ പിന്നെയും ട്രാവൽ തുടങ്ങി. കാട്ടിനകത്തൂടാണ് ട്രാവൽ. ഇതിലെ കൂടെ ആനയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമെന്ന് ഇവിടെ നമുക്ക് ബോർഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെ നമ്മുടെ ആതിരപ്പള്ളിയുടെ വേറൊരു പാർട്ട് കണ്ട് അവിടെ നമുക്ക് ഇറങ്ങാനും നിൽക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറേ മങ്കീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ താഴോട്ടിറങ്ങി ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ റീൽസൊക്കെ എടുത്തു. പക്ഷേ ഇവിടെ കാണാൻ നല്ല വൈബാണ് ഗൈസ്, കാണാൻ അടിപൊളിയാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഞങ്ങളങ്ങനെ കുറേ നേരം വെള്ളത്തിൽ ഇറങ്ങിയൊക്കെ ചെയ്തു. പക്ഷെ അമ്മയ്ക്ക് പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൻ്റെ അടുത്തോട്ടേ വന്നില്ല. ഞങ്ങളങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി. പിന്നെ ഞങ്ങൾ റീൽസും എടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഗൈസ്, നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഒരുപാട് നേരം കാണിയും കളിക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അവിടുന്ന് പോകുന്ന വഴി തന്നെ ടിക്കറ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ആതിരപ്പള്ളിയിലോട്ട് വിട്ടു. എന്നിട്ട് പിന്നെ നമ്മളങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ഇവിടുന്ന് തുടങ്ങുകയാണ് ഗായ്സ് നമ്മുടെ നടത്തം. പിന്നെ ഈ സൈഡിലൊക്കെ നമ്മുടെ കുറേ ടോയ്സും കാര്യങ്ങളും പിന്നെ വെള്ളവും അച്ചാറും ഡബ്ഡോളിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഉപ്പിലിട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ നടത്തം തുടങ്ങിയാണ്. ഒരു 1.5 നടത്തമാണ് ഗായ്സ്. പിന്നെ ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തത് നമ്മളിവിടെ കാണിക്കണം. അങ്ങനെ ടിക്കറ്റ് നമ്മളിവിടെ കാണിച്ചിട്ട് നമ്മൾ അകത്തോട്ട് കയറി. കയറാൻ നേരത്തൊക്കെ നല്ല അടിപൊളി ഉത്സാഹത്തിലൊക്കെയാണ് ഞങ്ങൾ കയറുന്നത്. ഇപ്പം ഞങ്ങൾ ഓടി കയറുക എന്നുള്ള രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഗൈസ്. പക്ഷെ പകുതി എത്തിയപ്പോഴത്തേനും ഞങ്ങൾ ഒരു പരുവായി ഡാൻസൊക്കെ കളിച്ച മണ്ടയ്ക്കോട്ട് കയറിയത്. പോകുന്ന വഴിയിൽ തന്നെ നമുക്കിവിടെ വെള്ളവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. വെള്ളം, അങ്ങനെയുള്ള ഐസ്ക്രീം, ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. അങ്ങനെ നമ്മൾ പിന്നെയും നടക്കാൻ തുടങ്ങി ഗായ്സ്. അതാ ആ കാണുന്നത് കണ്ടോ, അതാണ് നമ്മുടെ ആതിരപ്പള്ളിയുടെ ഒരു പാർട്ടാണ് ആ കാണുന്നത്. ഇത് കഴിഞ്ഞ് ഇനി മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇവിടെ നമുക്ക് ഒരുപാട് അങ്ങനെ ഇറങ്ങാനും അങ്ങനൊന്നും പറ്റത്തില്ല. അവരെന്തോ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങോട്ട്. കരയിൽ നിന്ന് കാര്യങ്ങളെല്ലാം കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ താഴോട്ടിറങ്ങിയപ്പോൾ അമ്മ പറയാം, എനിക്ക് വയ്യ വരാൻ. എന്തിനാണോ വരുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാൻ വയ്യ. കാറിലിരിക്കാനാണെന്ന് തോന്നുന്നു അമ്മ വരുന്നത്. പിന്നെ ഞങ്ങൾ താഴോട്ട് പോയി കാണാനായിട്ട്. ഗായ്സ്, അടിപൊളിയാണ് കാണാൻ. പക്ഷേ ഇതിലും നല്ലതാണ് ഇതിൻ്റെ പാർട്ട് 2. അതായത് കുറച്ചും കൂടെ നമ്മൾ താഴോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ സെക്കൻഡ് സെക്ഷൻ. അവിടെ നമുക്ക് കുറച്ചൊക്കെ ഇറങ്ങാനും കാര്യങ്ങളൊക്കെ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ ടൈം ആതിരപ്പള്ളി വന്നപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാനും എല്ലാം പറ്റുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അലോഡല്ലെന്ന്. ദൂരേക്ക് നിന്ന് എല്ലാവരും വീഡിയോസൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ആതിരപ്പള്ളിയുടെ സെക്കൻഡ് പാർട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അത് സെക്കൻഡ് പാർട്ട് വീഡിയോയിലാണ് ഇടുന്നത്, അല്ലെങ്കിൽ വീഡിയോ ലോങ് ആയി പോവും. അപ്പം സെക്കൻഡ് പാർട്ട് വീഡിയോ കാണാൻ മറക്കല്ലേ. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.